നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആണ്. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുത്തു. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ പൊതുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Restart meditation. ഓക്കെ, ഈ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സഹജമാർഗത്തിൻ്റെ 10 പ്രമാണങ്ങളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഇത് മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധന തുടങ്ങണം. അപ്പം എങ്ങനെ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ ദ പാത്ത് ഇസ് ദ ഗോൾ ആണ് ഡിസ്കസ് ചെയ്തത്. പാത തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ ശരിക്കും നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബുജി മഹാരാജിനോട്, സഹജമാർഗത്തിൻ്റെ ഗുരുനാഥനായ ബാബുജി മഹാരാജിനോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, ഹൂ ആർ യു, അങ്ങ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ബാബുജി മഹാരാജിനോട്, ഐ ആം വാട്ട് ഐ ഓട്ട് ടു ബി, ഞാൻ എന്താകണമോ അതാണ്. അപ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കണം, നമ്മൾ ശരിക്കും ആവേണ്ടത് തന്നെയാണോ ഇപ്പോൾ ആയിരിക്കുന്നത്? ആർ വി വാട്ട് വി ഓട്ട് ടു ബി? നമ്മൾ ശരിക്കും എന്താകാം? അതാണ് ലിവിങ് ദ ഗോൾ എന്നുള്ള ഈ സീരീസിൽ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ആ പൂർണ്ണ തന്നെയാണ്. ഉപനിഷത്തിൽ തത്വമസി എന്ന് പറയുന്നത്, ശാന്തോക്യ ഉപനിഷത്ത്, അത് തന്നെയാണ് നീ. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നമ്മൾ ജീവിച്ചാൽ പോലെ. പിന്നെ എന്തിനാണ് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടി വരുന്നത്? അത് മനുഷ്യനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. മനുഷ്യനെല്ലാത്തിനും ശ്രമിച്ച് മനസ്സിലാക്കുക, അത് മനുഷ്യൻ്റെ സ്വഭാവം. അപ്പോൾ നമുക്ക് സാധന ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് തിരിച്ചറിയാം. മനസ്സ് എന്നുള്ളത് എൻ്റെ ഫൈനൽ വേർഷൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. എൻ്റെ ഫൈനൽ വേർഷൻ സ്നേഹമാണ്. ഈ സ്നേഹം പ്രവർത്തിപ്പിക്കുന്ന
സ്നേഹത്തെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ഈ മനസ്സ്. മനസ്സ് തന്നെയാണ് നമ്മൾ മായ മായ എന്ന് പറയുന്നത് ഇല്യൂഷൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ബാബുജി മഹാരാജ് ഒരു മായ ഇസ് ദ പവർ ഓഫ് ഗോഡ്, ഈശ്വരന്റെ ശക്തിയാണ്. അതെപ്പോഴാണ് ഇല്യൂഷനായിട്ട് മാറുന്നത്? നമ്മൾ അതിൽ കുടുങ്ങിപ്പോകും. അബ്സല്യൂട്ട് ആയിട്ടുള്ള ആ സ്നേഹം ഡിസെൻഡ് ചെയ്തിട്ട് തൻ്റെ തന്നെ ക്രിയേഷനിൽ കൊടുക്കുമ്പോൾ നമ്മളതിന് ഈഗോ എന്ന് പറയും. അപ്പോൾ നമുക്കത് മായയായിട്ട് ഇല്യൂഷനായിട്ട് മാറും. നമ്മുടെ ശരിക്കുള്ള ആ നേച്ചർ, സ്നേഹം എന്നുള്ള യഥാർത്ഥ നേച്ചറിൽ മായ, സ്നേഹം പ്രവഹിക്കുന്ന ഒരു മാധ്യമം മാത്രം. അപ്പോൾ സ്നേഹം പ്രവഹിക്കാനുള്ള മാധ്യമമായിട്ട് മനസ്സ് മാറുമ്പോൾ മനസ്സ് ഇവിടെ ഇടപെടാതെ, മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ഈഗോ എന്നുള്ളൊരു ഭാഗം അത് അവിടെ ഇല്ലാതെയാണ്. ആ ഈഗോ യഥാർത്ഥത്തിലുള്ള എൻ്റെ ഉമ്മ തന്നെയായിട്ട് മാറുന്നു, മാസ്റ്റർ തന്നെയായിട്ട് മാറും. അപ്പൊ ഈഗോവും മാസ്റ്ററും വ്യത്യാസമായിട്ട് മാറും. ലവർ ആൻഡ് ബിലവഡ് ഒന്നായി മാറി എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റിൽ ഈ മനസ്സ് അത് ഒരിക്കലും ഒരു തടസ്സമാവില്ല. മനസ്സിനെ തടസ്സപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ ദുരുപയോഗപ്പെടുത്തുവാനുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ ഇത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. എവിടെയെല്ലാം വേണമോ അവിടെയെല്ലാം പ്രസന്റ് ആവുക, മനസ്സ് വേണ്ട രീതിയിലുള്ള പ്രവർത്തിച്ചു നമ്മൾ സ്നേഹമായി നിലകൊണ്ടാൽ മാത്രമേ. ഇവിടെയാണ് പ്രാർത്ഥന ഹെൽപ്പ് ചെയ്യുന്നത്. സഹജമാർഗത്തിലെ പ്രമാണമായിട്ട് ഹൃദയം സ്നേഹപൂരിതമാകും. ആധ്യാത്മികോന്നതിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനം ആരംഭിക്കുക. അപ്പൊ സ്നേഹം നിറഞ്ഞ ഹൃദയത്തിന് വേറെ ഒന്നും നിറയ്ക്കാൻ പറ്റില്ല. വേറെ എന്ത് അതിന് നിറച്ചാലും അവിടെ പ്രശ്നങ്ങളുണ്ടാവും, പ്രോബ്ലം ഉണ്ടാവും, വൈബ്രേഷൻ ഉണ്ടാവും, നമ്മുടെ പെയിൻ ഉണ്ടാവും, നൊമ്പരം, ഹൃദയവേദന എന്നൊക്കെ പറയും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഹൃദയത്തിന് ലബ്ഡം നടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൃദയത്തിന് കോൺസ്റ്റന്റ് ഫ്ലോ നടത്താൻ പറ്റാതെ ഈ വൈബ്രേഷൻ ഉയർച്ചയിലും താഴ്ചയിലും നടക്കുകയാണ് നമ്മുടെ ഹാർട്ട് പ്രോസസ്. ചിലപ്പോൾ ഉയരുന്നു, ചിലപ്പോൾ കാണുന്നു, ചിലപ്പോൾ ഉയരുന്നു, ചിലപ്പോൾ കാണുന്നു. ഇതാണ് ജീവിതത്തിന്റെ ചക്രം. ഇപ്പൊ എല്ലാം ജീവിതത്തിന്റെ സൈക്കിൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ശ്വാസം ഉള്ളിലേക്ക്, ശ്വാസം പുറത്തേക്ക്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഫ്ലോ അനുവദിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ശരിക്കുള്ള സ്നേഹത്തിന്റെ തലത്തിൽ നമുക്ക് കണ്ടിന്യൂസ് ഫ്ലോ അവിടെ നടക്കുന്നു. ഉയർച്ചയും താഴ്ചയും അവിടെ ഇല്ല. ഇൻസ്പിറേഷനും എക്സ്പിറേഷനും, ജനനത്തിനും മരണത്തിനും എല്ലാ സമയത്തും സ്നേഹത്തിന്റെ മാധ്യമമായി മാറുമ്പോൾ നമ്മൾ മരണത്തെ ട്രാൻസ്ഫർ ചെയ്യും. എത്ര രസകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്. അപ്പൊ ഇതിനാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് പ്രസന്റ് ആവുക, അതേ സമയത്ത് തന്നെ ആബ്സെന്റ് ആവുക. പ്രസന്റ് ആണ് കാരണം മാധ്യമം അവിടെ ആവശ്യം, പക്ഷെ ആബ്സെന്റ് ആണ്. ആരാണ് ആബ്സെന്റ്? എൻ്റെ ലോവർ സെൽഫ് അവിടെ ആബ്സെന്റ് ആണ്. ഈ മായയിൽ കൂടി കിടക്കുന്നത് ഞാൻ അവിടെ ആബ്സെന്റ് ആണ്. ഞാനെപ്പോഴും ആ ശ്രദ്ധയിലാണ്. പൂർണ്ണമായിട്ടും എൻ്റെ യഥാർത്ഥ ഫൈനൽ വേർഷനുള്ള മാസ്റ്ററിൻ്റെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഇന്റർഫിയറൻസ് ഇല്ല. ഇലക്ട്രിസിറ്റിയെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു കണ്ടക്ടറെ പറ്റി ആലോചിച്ചു. അപ്പോൾ കണ്ടക്ടറിന് റെസിസ്റ്റൻസ് ഉണ്ട്. പലതരത്തിലുള്ള കണ്ടക്ടേഴ്സ്, കോപ്പർ, സ്റ്റീല്, ഗോൾഡ്, പല ടങ്സ്റ്റൻ, എല്ലാത്തിനും അതിൻ്റെതായുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ ലൈറ്റ് പ്രവഹിക്കുന്ന, ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്ന ഒരു കോൺഡ്യൂട്ട്. ലൈറ്റ് വിതൗട്ട് ലൂമിനോസിറ്റി എന്നാണ് ബാബുജി മഹാരാജ് പറയുന്നത്. അതായത് വെളിച്ചം കൂടി പ്രകാശിപ്പിക്കാത്ത വെളിച്ചം. അപ്പോൾ വെളിച്ചം പ്രകാശിപ്പിക്കണമെങ്കിൽ അവിടെ ഒരു മാധ്യമമുണ്ട്. ആ വെളിച്ചം പ്രകാശിപ്പിക്കേണ്ടത് തടസ്സം കൊണ്ടുവരും മാധ്യമം. കുറച്ച് വേണം, കൂടുതൽ വേണം. നേരെ മറിച്ച് മാധ്യമം കംപ്ലീറ്റ് ആയിട്ട് വെളിച്ചവുമായിട്ട് സെൻറ്റർഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു തരത്തിലുള്ള തടസ്സമില്ല, ലൂമിനോസിറ്റി ഇല്ല. യഥാർത്ഥത്തിലുള്ള ആ ഡിവിനിറ്റി മാത്രം. ഇതാണ് സ്നേഹത്തിന്റെ പ്രവാഹം. സ്നേഹം മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അവിടെ ഇടപെടുമ്പോൾ സ്നേഹം എവിടെ കൊടുക്കണം, എവിടെ കൊടുക്കണ്ട എന്നുള്ള ഡിഫറൻസിയേഷൻ വരും. ഈ ഡിഫറൻസിയേഷൻ ഇല്ലാതെ ഡിവൈനായിട്ട് തന്നെ മാറും. നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡിവൈനായിട്ടുള്ള സ്വഭാവം എല്ലായിടത്തും വ്യാപിക്കുന്ന എസെൻസായിട്ട് മാറാൻ, എസെൻസായിട്ട് നിലകൊള്ളാൻ സാധിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ പലരും ചിന്തിക്കും അങ്ങനെയൊക്കെ ആവുമോ?
നമുക്ക് ഈശ്വരനെ പോലെ ആവാൻ സാധിക്കും, നമുക്ക് ആ ഡിവൈൻ പെർഫെക്ഷൻ എത്തിച്ചേരാൻ സാധിക്കും. ഈ ചോദ്യം തന്നെ വരുന്നത് എവിടുന്നാണ്? ഞാൻ പ്രസന്റ് ആണ്. അപ്പൊ ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. സ്നേഹത്തിന്റെ പ്രവാഹത്തെ തടസ്സപ്പെടുത്താത്ത മനസ്സ്, അതാണ് നിരന്തര സ്മരണയുടെ ഒരു സ്വഭാവം. പിന്നെ ബാബുജി മഹാരാജ് ഡിസ്കോഴ്സിൽ പറഞ്ഞു, സ്നേഹത്തിന്റെ പ്രവാഹത്തെ മനസ്സ് തടസ്സപ്പെടുത്തുന്നു. അപ്പൊ ചിന്തിക്കാനും കൂടി പാടില്ല, ചിന്ത കൂടി അവിടെ ഇല്ല. അത്രയും നമ്മൾ പ്യുവറായിട്ടുണ്ടാവും. അതിന് ജീവിതാനുഭവങ്ങൾ സഞ്ചരിച്ച് നമ്മൾ വീട്ടിലെത്തുക. എല്ലാ ചരാചരങ്ങളുമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. എല്ലാ ചരാചരങ്ങളും പൂർണ്ണമായിട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിന് ടോട്ടലി നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, എവിടെ എന്ത് സ്പന്ദനം അറിയുന്നുണ്ടാവും അത് ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് മാറുന്നത്. ഇപ്പോൾ ഡിവൈനായിട്ട് മാറും. അതാണ് ഡിവിനിറ്റിയുടെ സ്വഭാവം. അപ്പോൾ അങ്ങനെയുള്ളൊരു തലത്തിൽ വന്നിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അടങ്ങി വരേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് 10 പ്രമാണത്തിൻ്റെ ഒരു ക്രൂഷ്യലായിട്ടുള്ള സ്റ്റേറ്റാണ്. ഇതിനുശേഷം നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നു, ജാഗ്രത അവസ്ഥയിലേക്ക് ഇറങ്ങുന്നു. അടുത്ത പ്രമാണം ജീവിക്കുന്നത് എങ്ങനെയാണ്, ലളിതമായി ജീവിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ നമ്മൾ മെഡിറ്റേഷൻ ആവുന്ന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. ഒരു തരത്തിലും ഞാൻ ഈ ഉള്ളിലുള്ള സ്നേഹ പ്രവാഹത്തിന് തടസ്സമായി മാറില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മൾ ഓരോ സെഷൻ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരണം. ഡയറിയിൽ റെക്കോർഡ് ചെയ്യണം. എവിടേക്കാണ് എനിക്ക് അത് സാധിക്കാതെ വന്നത് അവിടെയൊക്കെ ഞാൻ കറക്റ്റ് ചെയ്യണം, എന്നെ സ്വയം കറക്റ്റ് ചെയ്യണം. നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഏറ്റവും ആനന്ദദായകമായിട്ടുള്ള ഒരു എക്സ്പീരിയൻ്റ് ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത സെഷനിലേക്ക് വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.